DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതികൾ നിലവിൽ വന്ന സാഹചര്യത്തിൽ വാർഡ് തലങ്ങളിൽ ഗ്രാമസഭകൾ നടന്നുവരികയാണ്. ഓരോ വ്യക്തിക്കും ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ച് അറിയാനും പദ്ധതികളിൽ പങ്കാളികളാകാനും ഗ്രാമസഭകളിൽ നിർബന്ധമായും പങ്കെടുക്കണം. നിങ്ങളുടെ വാർഡിലെ ഗ്രാമസഭ എന്നാണ് നടക്കുന്നതെന്നറിയാത്തവർ അതാത് വാർഡ് മെമ്പറെ വിളിച്ച് വിവരം തിരക്കേണ്ടതുണ്ട്. വ്യക്തിഗത ആനുകൂല്യങ്ങളും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള സഹായങ്ങളും ഉറപ്പുവരുത്താൻ ഈ ഗ്രാമസഭകൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഓരോ വർഷവും ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലയളവിലാണ് പഞ്ചായത്തുകളിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കൃഷി, പാർപ്പിടം, റോഡ്, കുടിവെള്ളം തുടങ്ങിയ മേഖലകളിലെ പദ്ധതികൾ ഈ സമയപരിധിക്കുള്ളിൽ നടപ്പിലാക്കുന്നു. വനിതകൾ, SC/ST വിഭാഗങ്ങൾ, മുതിർന്ന പൗരന്മാർ, ഭിന്നശേഷിക്കാർ എന്നിവർക്കായി പ്രത്യേക പദ്ധതികൾ പഞ്ചായത്തുകൾ വഴി ലഭ്യമാണ്. ആട്, കോഴി തുടങ്ങിയ മൃഗങ്ങളെ വളർത്തുന്നതിനും അവയ്ക്കുള്ള കൂടുകൾ നിർമ്മിക്കുന്നതിനും ധനസഹായം ലഭിക്കും. പഞ്ചായത്ത് നടപ്പിലാക്കുന്ന 90% ആനുകൂല്യങ്ങളും APL BPL വ്യത്യാസമില്ലാതെയാണ് വിതരണം ചെയ്യുന്നത്. അർഹരായ ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കി ബജറ്റിലെ തുക അനുസരിച്ച് ധനസഹായം നൽകുകയാണ് ചെയ്യുന്നത്. നിലവിൽ പല പഞ്ചായത്തുകളിലും അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും കാർഷികാനുകൂല്യങ്ങൾക്കും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുമായി 2 തരത്തിലുള്ള അപേക്ഷാ ഫോമുകളാണ് ലഭ്യമാകുന്നത്. ഏകദേശം 11 വിഭാഗങ്ങളിലായി സഹായങ്ങൾ ലഭിക്കും. ഇതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നിരവധി പഞ്ചായത്തുകളിൽ സ്വീകരിക്കുന്നുണ്ട്. കറവ പശുക്കൾക്ക് തീറ്റ വാങ്ങുന്നതിനും ആട്, പശു, പോത്ത് വളർത്തലിനും തൊഴുത്ത് നിർമ്മാണത്തിനും സഹായം ലഭിക്കും. വാർഷിക വരുമാനം 5 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് ഇതിനായി അപേക്ഷിക്കാം. കൂടാതെ ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും ലഭ്യമാണ്. വരുമാനം 2 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് വീട് പുതുക്കി പണിയാൻ ധനസഹായം ലഭിക്കും. BPL വിഭാഗത്തിൽപ്പെടുന്ന 100 സ്ക്വയർ മീറ്ററിൽ താഴെ വിസ്തീർണമുള്ള വീടുകൾക്കാണ് ഇത് ലഭിക്കുക. കിണർ ശുദ്ധീകരണത്തിനും റീചാർജിങ്ങിനും മട്ടുപ്പാവ് കൃഷി, മത്സ്യകൃഷി എന്നിവയ്ക്കും പഞ്ചായത്തുകൾ സഹായം നൽകി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് കട്ടിൽ ലഭ്യമാകുന്ന പദ്ധതിയുണ്ട്. അതിൽ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാകുക. ഇനി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സ്കോളർഷിപ്പുകൾ ലഭ്യമാണ്. തെങ്ങ് കൃഷിക്ക് ജൈവവളവും ലഭിക്കും. വനിതകൾക്കും ഗ്രൂപ്പുകൾക്കും കൃഷിക്കും കുരുമുളക് കൃഷിക്കുമെല്ലാം ധനസഹായവും ലഭ്യമാകും. ഇത്തരത്തിൽ വിവിധ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ഗ്രാമസഭകളിൽ പങ്കെടുക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഗ്രാമസഭകളിലൂടെയാണ് ഇത്തരം ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനവും വിതരണവും സംബന്ധിച്ചുള്ള അറിയിപ്പുകളൊക്കെ നൽകുന്നത്. ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന പദ്ധതികളുടെ അപേക്ഷാ ഫോം ഉൾപ്പെടെ ഗ്രാമസഭകളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപേക്ഷയോടൊപ്പം റേഷൻ കാർഡിൻ്റെ പകർപ്പ്, ഭൂനികുതി രസീത്, ബാങ്ക് പാസ്ബുക്ക് എന്നിവ ഹാജരാക്കണം. ഓരോ പഞ്ചായത്തിലെയും ഭൂപ്രകൃതിയും സാഹചര്യവും അനുസരിച്ച് പദ്ധതികളിൽ മാറ്റങ്ങൾ വരാമെന്നതിനാൽ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ വാർഡ് മെമ്പറുമായോ പഞ്ചായത്ത് ഓഫീസുമായോ ബന്ധപ്പെടുക. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.